എല്ലാവർക്കും യുവർ ടോക്ക് PSCയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയിൽ അറിയേണ്ട പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വീതി 100 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വീതി 100 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്ററാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: 1. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. അടുത്തതായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി കൊടുമുടിയെ പറ്റിയാണ്. ഉയരം 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്കാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്കാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്താണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്താണ്. താങ്ക് യു.